ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി ഉണ്ടാക്കാം. ഈ മാങ്ങാക്കറി എന്ന് വെച്ചാൽ ഉപ്പിലിട്ട മാങ്ങാക്കറിയാണ്. എനിക്കിത് എടുത്തപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ അമ്മാമ്മയാണ് കേട്ടോ. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് വെക്കേഷനൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് പൂട്ടിയിട്ട് അമ്മാമ്മേടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കും. അപ്പോൾ അമ്മാമ്മ ഇങ്ങനെയുള്ള കറികളുണ്ടാക്കും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ആ ഒരു കറി എനിക്കെന്തോ നാവിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനൊന്ന് മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ ഉപ്പിലിട്ട മാങ്ങ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ എടുത്ത് ഒരു ചട്ടിയിലാണ് അടുപ്പത്ത് വെച്ചത്. അതൊന്ന് കുറച്ച് വേവണം, കൂടുതൽ വേവണ്ട. പിന്നെ കുറച്ച് തേങ്ങയും മുളകും അതിൻ്റെ കൂടെ കടുക്, കുറച്ച് ഉലുവ അതും കൂടെയൊക്കെ ഇട്ട് അല്പം ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കാം. എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ കറികൾ എപ്പോഴും ഒരു നാടൻ കറികളാണ്. ഈ നാടൻ നമ്മൾ എത്രയൊക്കെ ഫാസ്റ്റ് ഫുഡിൽ പോയി ഫുഡൊക്കെ കഴിച്ചിരുന്നാലും നമുക്കെപ്പോഴും നല്ല നാടൻ കറികളോട് പ്രത്യേക ഇഷ്ടമാണ്. അതിനെപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു മെമ്മറിയും ഉണ്ടാവും. ഞാനതാ പറഞ്ഞത്, എനിക്കിത് ഈ മാങ്ങാക്കറി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണത് എൻ്റെ അമ്മുമ്മയാണ്. അമ്മൂമ്മ പത്തായത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ ഭരണികളുണ്ട്. ഞാനും എൻ്റെ അമ്മാവൻ്റെ മകളും കൂടി കട്ടെടുത്ത് തിന്നുന്ന മാങ്ങയൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ശരിക്കും ഞങ്ങൾ അമ്മുമ്മ ഇങ്ങനെ പറ്റിച്ചിട്ട് മാങ്ങ എടുത്തിട്ട് ഒളിച്ചു കൊണ്ടുപോയി, നാട്ടുമാങ്ങയും കാണും ഇതുപോലെ പീസാക്കി വെച്ചേക്കണ മാങ്ങയും കാണും, അതൊക്കെ കൊണ്ടുപോയി തിന്നുന്ന ഓർമ്മയാണ് എനിക്ക് ഈ മാങ്ങാക്കറി ഉണ്ടാക്കിയപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങാക്കറി അവസാനം കുറച്ച് തൈരും കൂടി ചേർക്കാം. ലാസ്റ്റ് തൈര് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ കുക്കാക്കണ്ട. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡിയാവും. അതിൻ്റെ കൂടെ ഒന്ന് കടുകും കൂടി ഒന്ന് താളിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും ഒരു ചെറിയ ഉള്ളി, കൂടുതൽ ഇടണ്ട, ഒരു ചെറിയ ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങാക്കറി റെഡിയാവും. അപ്പോൾ അത് കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ ഒഴിച്ച് അത് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ദിവസം എല്ലാം ഇരിക്കും ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ചട്ടിയിലുണ്ടാക്കുന്ന നാടൻ കറികൾ അതിൻ്റേതായ ഒരു സ്വാദും മണവും എന്ന് പറയണത് പറയണ്ട. അത് കഴിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അടിപൊളിയായിട്ട് കഴിച്ചു ലഞ്ച്. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചൂടോടം ആ മാങ്ങാക്കറിയും ചോറും, വേറെ കറികളൊന്നും നമ്മൾ ഇതിൻ്റെ കൂടെ പാടില്ല. കൂടുതൽ കറികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഈ നാടൻ കറികളുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അത് നല്ല ചൂടോടെ ഉള്ള ചോറും ചൂടോടെ ഉള്ള മാങ്ങാക്കറിയും അങ്ങോട്ട് എടുത്ത് ഒഴിച്ചതിന് ശേഷം എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്, നിങ്ങൾക്കും വെള്ളം വരുമെന്നറിയാം. നന്നായിട്ടങ്ങ് കഴിക്കുക. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൂടുതലൊന്നും മാറ്റി വയ്ക്കരുത്, അതൊക്കെ അങ്ങ് കഴിച്ച് തീർക്കണം. ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളൂ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക. അപ്പം ഞങ്ങൾ നല്ലൊരു മാങ്ങാക്കറിയും കൂട്ടി ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ നിങ്ങളുമൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.